നിലമ്പൂരിലെ തദ്ദേശ ഫലങ്ങൾ എങ്ങനെയാണ്, അതായത് പഞ്ചായത്തുകൾ നഗരസഭയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് അവിടുത്തെ ഒരു മേൽക്കോയ്മ ഓരോ പാർട്ടിക്കുമുള്ള എന്നാണ് നമ്മൾ നോക്കുന്നത്. UDF-ഉം LDF ആകെ 7 പഞ്ചായത്തുകളാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ആ 7 പഞ്ചായത്തുകളിൽ UDF 5 പഞ്ചായത്തുകളിലും UDF തന്നെയാണ് ഭരിക്കുന്നത്. LDF 2 ഇടത്ത് എന്നുള്ളതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടക്കുന്നത്. നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ, അവിടെ നിലമ്പൂർ നഗരസഭ, പോത്തുകല്ല്, ഒപ്പം തന്നെ അമരമ്പലം, ഈ 3 ഇടങ്ങളിലാണ് LDF ഉള്ളത്. നിലമ്പൂർ നഗരസഭ, ഒപ്പം തന്നെ പോത്തുകല്ല് പഞ്ചായത്തും അമരമ്പലവും 3 ഇടങ്ങളിലാണ് LDF-ന് വിജയിച്ചു കയറാൻ നിലവിൽ LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ UDF-ന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ 5 പഞ്ചായത്തുകളാണ് UDF-ന് സ്വന്തമായിട്ടുള്ളത്. ചുങ്കത്തറ, എടക്കര, വഴിക്കടവ്, കരുളായി, മുത്തേടം, ഈ 5 പഞ്ചായത്തുകളിലും നിലവിൽ ഭരണം UDF-ന്റെ കയ്യിലാണ്. അതായത് അത് നിലനിൽക്കുന്ന ഒരു നഗരസഭയും 2 പഞ്ചായത്തുകളും 5 പഞ്ചായത്ത് UDF-ന്റെ പക്കലും. ഇതാണ് നിലമ്പൂരിലെ നിലവിലത്തെ ഓരോ പഞ്ചായത്തുകളുടെയും സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. എങ്ങോട്ടും എങ്ങനെയും മാറി മറയാനാവുന്ന രാഷ്ട്രീയ ഫലം തന്നെയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാനാകും.